അപ്പോൾ അതിനൊക്കെ ആരും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ 24 മണിക്കൂർ ശ്രദ്ധിച്ച് കിടക്കുന്നത് ഒരിക്കലും നല്ലതല്ല. ട്രിപ്പ് ഇടുന്നതൊക്കെ നല്ലതല്ല എന്ന് പറയുന്നത് വെറുതെയാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ അനോമലി സ്കാനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്നും തലേദിവസമൊക്കെ ഭയങ്കര ഛർദ്ദിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ വോമിറ്റിങ് കൂടിയിട്ട് അഡ്മിറ്റായ ഒരു വീഡിയോ ആണ് കണ്ടത് കേട്ടോ. അപ്പം അന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനോമലി സ്കാനിൻ്റെ അന്ന് ഒരു രാവിലെയും തലേദിവസമൊക്കെ നല്ല വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ ആ ഒരു സമയത്ത് ആ സ്കാന് നമ്മൾ ബ്ലാഡർ ഫുള്ളാക്കി വെക്കണം. അപ്പോൾ നമ്മളോടങ്ങനെ പറഞ്ഞതിന് ശേഷം ആ സ്കാനിങ് കഴിയുന്നത് വരെ ഭാഗ്യത്തിന് ഞാൻ വോമിറ്റ് ചെയ്തില്ല. അത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് കേട്ടോ. അതിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്, അല്ലെങ്കിൽ എനിക്കങ്ങനെ നിൽക്കുന്നതല്ല. അപ്പോൾ അത്രയും വോമിറ്റിങ് കൂടി എനിക്ക് വയറിലൊക്കെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അസറ്റോൺ പോസിറ്റീവ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്കാനൊക്കെ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യൂറിൻ പാസ് ചെയ്യണം. നമുക്ക് ഉള്ളിലൂടെ സ്കാനിങ് ഉണ്ട്. ഒരു ഉള്ളിലൂടെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിലൂടെ സ്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെയും കണ്ടു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വോമിറ്റിങ്ങിനുള്ള ടാബ്ലറ്റും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, യൂറിൻ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷുഗർ ലെവൽ എപ്പോഴും കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയോ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊന്നും ചെയ്തില്ല. നെക്സ്റ്റ് മന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ അത് വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് ചെയ്യേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അപ്പോൾ എനിക്ക് അന്ന് എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഫുഡ് ഓൾറെഡി ഈ വെള്ളം വയറ് നിറയെ കുടിച്ചിട്ട് വോമിറ്റ് ചെയ്യാൻ ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തു. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വോമിറ്റ് ചെയ്യും. ബ്ലാഡർ ഫുള്ളായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വോമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂറിൻ പോകും. അതെനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അന്നത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഞാനും മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു 7 മണി എന്തോ ആയി. അപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. മക്കളും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ഞാനും ഭയങ്കര ടയേർഡായിരുന്നു. എനിക്ക് വെള്ളം തന്നെ കുടിച്ച് അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഞാൻ വെള്ളം കുടിക്കുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം കുടിച്ച് അതിൻ്റെ ഇരട്ടിയായിരിക്കും വോമിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പക്ഷേ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് വീണ്ടും ഭയങ്കര വോമിറ്റിങ് കൂടി. രാത്രിയൊക്കെ ഛർദ്ദിൽ തന്നെ. എനിക്കന്ന് ഉറങ്ങാനും പറ്റില്ല. അപ്പോൾ ഡോക്ടർ എനിക്ക് ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. തലവേദന ഭയങ്കരമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി മൈഗ്രെയിനിൽ പ്രശ്നമുണ്ട്. പിന്നെ ഈ ഷുഗർ ലെവൽ ഓവറായിട്ട് ഛർദ്ദിക്കുമ്പോൾ അസറ്റോൺ കൂടും, നമുക്ക് ഷുഗർ ലെവൽ കുറയും. അപ്പോഴും തലവേദന നന്നായിട്ട് വരും. പിന്നെ എനിക്ക് ഉറക്കക്കുറവ് നന്നായിട്ടുണ്ട് കേട്ടോ. കാര്യം ഞങ്ങൾ വീട്ടിൽ 8 മണിയൊക്കെ ആകുമ്പോൾ 8:30 ആകുമ്പോൾ കിടക്കും. ഞാൻ പിള്ളേർ നേരത്തെ കിടത്തി ഉറക്കും കേട്ടോ. അത് ഞാൻ നേരത്തെ തൊട്ടേ അങ്ങനെ ശീലിപ്പിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. അതിൽ മറ്റുള്ളവർ എന്തിനാണ് നേരത്തെ കിടക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അത് ആരെയും ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം എൻ്റെ ഹെൽത്ത് ഇപ്പോൾ വീട്ടിലെ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പോലും എൻ്റെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഞാനാണ് അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് ഫുള്ള് റൂംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പിള്ളേരെ കിടത്തി ഉറക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. പക്ഷേ ഞാനവിടെ വെറുതെ ഞാൻ കിടക്കും. പക്ഷേ എനിക്ക് ഉറക്കം വരാൻ നല്ല ടൈം എടുക്കും. പിന്നെ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ആ സമയത്തും വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, വയറിനൊക്കെ വേദന തോന്നി. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പം അപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഇഞ്ചക്ഷൻ ഫസ്റ്റ് തന്നെ എമീസെറ്റും പാൻഡോപ്പുമാണ് ഇഞ്ചക്ഷൻ സാധാരണ എടുക്കുക. അത് തന്നെ എടുത്തു. യൂറിൻ വരുന്നത് തീരെ കുറവായിരുന്നു. അങ്ങനെ എനിക്ക് 2 ബോട്ടിൽ ഫ്ലൂയിഡ് ഇട്ടു. അതിന് ശേഷം യൂറിൻ കൊടുത്തപ്പോഴത്തേക്ക് അസറ്റോൺ 2+ പോസിറ്റീവാണ്. അസറ്റോൺ 2+ പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് മാറാനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇടണം. ഇത് അസറ്റോൺ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഗുളിക കഴിച്ചാലും ഛർദ്ദിൽ നിൽക്കത്തില്ല, ഛർദ്ദിൽ കൂടത്തേ ഉള്ളൂ. അസറ്റോൺ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഭയങ്കര എന്ന് വെച്ചാൽ താഴെ വീഴുന്ന പോലെ ഒരു ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട്. എനിക്കതങ്ങനെ പറയണമെന്ന് അറിയില്ല. നമുക്കതങ്ങനെ ആകുമ്പോഴേ എനിക്കത് മനസ്സിലാവും ഇങ്ങനെ ആയിട്ടുണ്ട്. കാരണം വയറിൽ വേദന വരും, ഭയങ്കര തലവേദന, യൂറിൻ പോകുന്നത് ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമുക്കറിയാലോ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ. അപ്പം
പിന്നെ അവിടെ കിടന്നു. അപ്പോൾ ഞാൻ അപ്പോഴും മക്കളുമായിട്ട് ഞാനും പിള്ളേരും തന്നെയാണ് പോയിരുന്നത്. ഞാനവിടെ ഫ്ലൂയിഡ് ഇട്ട് കിടക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ കഴിക്കും. ഞാൻ ഫോൺ കൊടുക്കത്തേ ഇല്ല. എനിക്ക് ഫോൺ കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. വേറെ ആരെങ്കിലും കൊടുത്താലും എനിക്കത് ഇഷ്ടമല്ല. കാരണം അത് എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്നാൽ പിന്നെ അടുത്തടുത്ത് വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അത് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും, തരത്തില്ല. അപ്പോൾ അങ്ങനെ സമയം കളയാൻ എനിക്കത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഫോൺ കൊടുക്കത്തില്ല. എന്തെങ്കിലും ടോയ്സും ഈ എന്തെങ്കിലും പടം വരയ്ക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ അങ്ങനെയാണ് ഇരുത്തുന്നത്. ചിലപ്പോൾ അതിൽ കൂടെ ഓടി നടക്കും. എന്നിരുന്നാലും ഞാൻ ഫോൺ കൊടുക്കത്തില്ല. ഇടയ്ക്ക് എൻ്റെ ഫോൺ എടുക്കാൻ വരുമ്പോൾ ഞാൻ ഫോൺ ഓഫാക്കി വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്ലൂയിഡ് ഇട്ടപ്പം ഫ്ലൂയിഡ് ഇട്ടു. കുറേ ഫ്ലൂയിഡ് ബോട്ടിലുകൾ പോകുന്നവരെ നമ്മളോടൊന്നും കഴിക്കരുതെന്ന് പറയും. കാരണം അസിറ്റോൺ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു കഴിയുമ്പോഴേ നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ പാടുള്ളൂ. അപ്പോഴേ നമ്മൾ ഓക്കെ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒരു നീര് പോലെ ഉണ്ടായിരുന്നു. മുഖമൊക്കെ വീങ്ങി നീര് പോലെ, കണ്ണൊക്കെ നീരാവും കേട്ടോ ഈ അസിറ്റോൺ കൂടുന്ന സമയത്ത്. ഇതൊക്കെ ഉണ്ട്, എനിക്ക് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും. പിന്നെ എന്ന് വെച്ചാൽ പൊങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ നേരത്തേനും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ രാത്രിയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. വീട്ടിലാണെങ്കിലും തീരെ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഈ പൊതിച്ചോറ് അങ്ങനെയുള്ള എന്തെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട്, ഞങ്ങൾ ഒരു പൊതിച്ചോറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും അത് കൂടുതലായിരിക്കും. കാരണം ഞാനൊരു 2-3 ഭാഗം കഴിക്കുമ്പോഴത്തേക്കും എനിക്കത് മതി, പിന്നെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഫ്ലൂയിഡും ഇഞ്ചക്ഷനൊക്കെ ചെയ്തുകൊണ്ട് ഇച്ചിരി ഒരു ബെറ്റർ ഫീലുണ്ട്. അപ്പോൾ ആ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് കിടന്ന് റെസ്റ്റ് എടുക്കും. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറേ പണികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ 2 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. 3 ദിവസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് വീട്ടിൽ വരും കുറേ പണികളും കാര്യങ്ങളും. നമ്മൾ വീട്ടിലത് അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥയിലായിരുന്നു ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ തിരിച്ച് വന്നിട്ട് പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പാത്രം തേക്കലും ക്ലീനിങ്ങും ഒക്കെ പതുക്കെ ചെയ്യും. പിന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്യാണ്ട് ഒരു അമ്മച്ചി വരുന്നുണ്ട് കേട്ടോ. വീക്ക്ലി വൺസ് ആണ്, ഞായറാഴ്ച വരും. നല്ലൊരു അമ്മച്ചി കേട്ടോ. ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു 10-60 വയസ്സൊക്കെ ഉണ്ട്. നല്ല സ്നേഹമുള്ള നല്ലൊരു അമ്മച്ചി കേട്ടോ. അപ്പോൾ വന്ന് ഇങ്ങനെ ഞായറാഴ്ച വന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. കുറേ നേരം സംസാരിക്കും. എനിക്ക് അതേ നേരം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ വോമിറ്റ് ചെയ്യും. അപ്പോൾ എന്നോട് പറയാതെ സംസാരിക്കണ്ട. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു അമ്മച്ചി. അപ്പോൾ അങ്ങനെ ക്ലീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടയ്ക്കുക, ഇവിടെയൊക്കെ തൂത്ത് റെഡിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എത്രയാണ് കേട്ടോ. പിന്നെ എനിക്ക് TT എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ അനോമലി സ്കാൻ കഴിഞ്ഞ് വന്ന അന്ന് എനിക്ക് അന്ന് രാത്രി തീരെ ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് 2ാമത്തെ TT ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ TTയിൽ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്നും ഞാൻ ഒറ്റയ്ക്കൊക്കെ തന്നെയാണ് പോയതും വണ്ടി ഓടിച്ച് വരികയും. പക്ഷേ എനിക്ക് ഇത്തവണത്തെ TTയിൽ രാത്രിയൊന്നും ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുമാതിരി കട്ട് കഴിക്കുന്ന പോലത്തെ ഒരു വേദന. അപ്പോൾ അങ്ങനെ ഒട്ടും ഞാൻ ഉറങ്ങിയില്ല കേട്ടോ, ഒട്ടും ഉറങ്ങിയില്ല. അതും ഈ ഛർദ്ദിൽ കൂടാനുള്ളൊരു കാരണമായിരിക്കും. അപ്പോൾ രാത്രിയൊക്കെ ഞാൻ എഴുന്നേറ്റ് നടക്കുമായിരുന്നു വേദന കാരണം. അതിൽ വെളുപ്പിനെ രാവിലെ നേരത്തെ എണീറ്റു. എനിക്ക് ഭയങ്കര വേദന. ഞാൻ കുറേ ഇങ്ങനെ തിരുമ്പുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഛർദ്ദിൽ കൂടി ഹോസ്പിറ്റലിൽ പോയപ്പം എനിക്ക് ട്രിപ്പ് ഇട്ടത് ഇവിടെ ആയിട്ടാണ് കേട്ടോ. വെയിൻ കിട്ടാനില്ല. അപ്പോൾ ഈ കയ്യിൽ തന്നെയാണ് TT എടുത്തതും പിന്നെ ഇത് കുത്തിയിട്ടതും എല്ലാം ഈ കയ്യിലാണ്. മിക്കപ്പോഴും എനിക്ക് വെയിൻസ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ വിരലയിൽ ഇവിടെ ഇങ്ങനെ കുത്തിയിടുക, അതൊക്കെ ഭയങ്കര ഇപ്പം എനിക്ക് അതുകൊണ്ടൊക്കെ പേടിയാണ്. ഇത്തവണ ഇവിടെയാണ് കുത്തിയിട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉറക്കമില്ലായ്മ എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങാൻ ശ്രമിക്കണം. ശരിക്കും നമ്മൾ എണ്ണ വെച്ച് നന്നായിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഉറക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എനിക്ക് പല സമയത്തും അതിനും പോലും മേല. അപ്പോൾ ഞാൻ വീട്ടിലെ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കയറി കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മെൻ്റലി ഉള്ളൊരു റിലീഫാണ് കേട്ടോ. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ മിക്കപ്പോഴും വീഡിയോസ് ചെയ്യുമായിരുന്നു. എനിക്ക് അപ്പോൾ ഒത്തിരി ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ളൊരു സമയമായിരുന്നു ആ ഒരു ടൈം. അപ്പോൾ ഞാൻ എൻ്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയൊക്കെ ചെയ്തിരുന്നത് ആ സമയത്ത് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. നന്നായിട്ട് അന്നേരം വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ ആ ഒരു ഭയങ്കര ബിസി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു കുറച്ച് ഇതായിട്ട് എനിക്കൊരു ടെൻഷൻ ഫ്രീ ഉണ്ട്.
അപ്പോൾ ഞാൻ മാക്സിമം റെസ്റ്റ് എടുക്കും. ഞാൻ ഇപ്പം എൻ്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ എൻ്റെ ഒരു കംഫർട്ട് ലെവലിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് എപ്പോഴും. എന്നോട് ഹസ്ബൻഡ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞിനും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ നന്നായിട്ട് വിഷമിച്ചു ആ ഒരു കാര്യങ്ങളൊക്കെ കാരണം. ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയാണ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാനും കുഞ്ഞും. അപ്പം അന്നെടുത്ത ഒരു തീരുമാനമാണ്, അന്നുണ്ടായിട്ടുള്ള ഒരവസ്ഥകളും ഇനി ഉണ്ടാവരുത് എന്നുള്ളത്. അന്ന് നമുക്ക് വിഷമങ്ങളുണ്ടാക്കിയ ഒരു പേഴ്സണാലിറ്റീനെയും ഇനി നമ്മുടെ ലൈഫിലേക്ക് ഓവറായിട്ട് ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് അനുവദിക്കരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് അത് ഇങ്ങനെ ഛർദിലും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. നല്ലൊരു ഡോക്ടറാണ്, നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഡോക്ടറാണ്. ആ ഡോക്ടർ കാരണമാണ് ശരിക്കും നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. എൻ്റെ അടുത്തുനിന്നല്ല, എല്ലായിടത്തും ഡോക്ടർ അത്രയും കംഫർട്ടബിളായിട്ട് പെരുമാറുന്നൊരു ഡോക്ടറാണ് കേട്ടോ. നല്ലൊരു ഡോക്ടറാണ്. അന്നമ്മ എന്നാണ് ഡോക്ടറുടെ പേര്. അങ്ങനെ അപ്പം പിന്നെ എന്നോടൊരു ഇതുണ്ട്, എനിക്കെപ്പോഴും നമുക്ക് മന്ത്ലി ചെക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ആഴ്ച ഞാൻ ഡോക്ടറെ അടുത്ത് പോകും, എനിക്ക് വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ പേര് കേട്ടാലേ ഡോക്ടറിനെ നന്നായിട്ട് അറിയാം. അങ്ങനെ അപ്പോൾ ഇപ്പോൾ മരുന്നൊക്കെ ചെയ്ത് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു. അനോമലി സ്കാൻ്റെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ചെക്കപ്പിന് അടുത്ത മാസമാണ്. പക്ഷേ ഞാൻ വീണ്ടും സ്കാനിങ് കഴിഞ്ഞിട്ട് പിന്നെയും കാണാൻ പോയി. പിന്നെ തലവേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ മാക്സിമം ഗുളിക കഴിക്കാതെ നോക്കുന്നുണ്ട്, പക്ഷേ എന്നാലും പറ്റുന്നില്ല. അപ്പോൾ ഇനി ഞാൻ ഒത്തുന്ന എണ്ണയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് കുളിക്കാമെന്ന്. പക്ഷേ കുറച്ച് നേരത്തേന് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നടന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ ശ്വാസം മുട്ടും, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ നോർമലി ഉണ്ടാകുന്നതായിരിക്കും. അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ചിലവർ പറയും, അത് പണ്ടത്തെ ആൾക്കാരാണ് കൂടുതലും പറയുന്നത്, ഛർദ്ദിച്ച് കിടന്നാലും കുഴപ്പമില്ല, ട്രിപ്പ് ഇടരുത്, ട്രിപ്പ് ഇടുന്നത് നല്ലതല്ല, ഛർദ്ദിലിൻ്റെ ഗുളിക കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയും. ഈ ഛർദ്ദിച്ച് 24 മണിക്കൂർ കിടക്കുന്നത് നല്ലതാണോ? ഒരു മനുഷ്യൻ ഒരു 3-4 തവണ ഛർദ്ദിച്ചാൽ തന്നെ ഇടപാട് തീരും, എഴുന്നേക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് വീക്കായി പോകും. ബോഡിയിലേക്ക് ഒരു ന്യൂട്രിയൻസും വെള്ളം ഒന്നും ഒരു സാധനവും കിട്ടത്തില്ല, ഒരു ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനവും കിട്ടത്തില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥയിലൊന്നല്ല, 2 ആണല്ലേ, 2 ആൾക്കാർക്കുള്ള ഇത് ചെല്ലണം. അപ്പോൾ ഈ ഫുൾ ടൈം ഛർദ്ദിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിൽ ബേബി വെയ്റ്റിനെ എഫക്റ്റ് ചെയ്യും, ഫ്ലൂയിഡിനെ എഫക്റ്റ് ചെയ്യും, BP ഷുഗർ ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ബേബിക്ക് ഫ്ലൂയിഡും ഗ്രോത്തോ കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല വോമിറ്റിംഗ് മാത്രമല്ല, എനിക്ക് അങ്ങേയറ്റം സ്ട്രെസ്സും ഡിപ്രഷനും ഭയങ്കര ടെൻഷനോടി പോയ ഒരു പ്രഗ്നൻസി ആയിരുന്നു സെക്കൻഡ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഒരു രീതിയിൽ ആവരുത്. നമ്മൾക്ക് നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ ശരിക്കും കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യും കേട്ടോ. അത് എൻ്റെ അനുഭവമാണ്, വെറുതെ പറയുന്നതല്ല അതൊന്നും. അതുകൊണ്ട് മാക്സിമം സ്ട്രെസ് ആവാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല കേട്ടോ. സംസാരിക്കുക. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ പ്രഗ്നൻസിയിൽ ഇപ്പോൾ ക്ലിനിക്കലി കണ്ടാലും നമുക്ക് മെഡിസിൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും സജസ്റ്റ് ചെയ്യത്തില്ല. എന്നാലും ക്ലിനിക്കലായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അപ്പം ഒട്ടും ടെൻഷൻ അടിക്കാതെ ഫ്രീ ആയിട്ടിരിക്കാൻ നോക്കുക മാക്സിമം. പിന്നെ അപ്പോൾ ഛർദ്ദിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ഗുളികയും കഴിക്കരുത്, ട്രിപ്പ് ഇടരുത്, അതൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും കേട്ടോണ്ട് ആരും ഇരിക്കരുത്. ദയവ് ചെയ്ത് ഛർദ്ദിലും കാര്യങ്ങളൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അവരാവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഡോക്ടർമാർക്ക് ഇതൊന്നും അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പം അവർക്കറിയാം എന്ത് ചെയ്യണം. വോമിറ്റിങ്, ഹൈപ്പറമെസിസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഇഞ്ചക്ഷൻസും ഫ്ലൂയിഡ്സും തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഷുഗർ കുറവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തൊക്കെയോ ചെയ്യും. അങ്ങനെ കേട്ടോ. അപ്പോഴാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നതും നമുക്ക് ആവശ്യത്തിന് ശരീരത്തിനുള്ള ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ. ഛർദ്ദിച്ച് എപ്പോഴും കിടക്കുന്നതൊന്നും നല്ലതൊന്നുമല്ല. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഛർദ്ദിച്ച് കിടന്നാൽ എത്ര ഛർദ്ദിച്ച് കിടന്നാലും ഹോസ്പിറ്റലിൽ പോകരുത്, അതൊക്കെ വെറുതെയാണ്. പിന്നെ അത് യൂറിൻ അസറ്റോൺ പോസിറ്റീവ് ആവും, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് കാരണമാവും. എനിക്ക് ഒരാഴ്ച മുന്നേ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഒരാഴ്ച കൂടുതലായി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് യൂറിനൊക്കെ. എന്നുവെച്ചാൽ യൂറിനറി ഇൻഫെക്ഷനും ഉണ്ട്, അസറ്റോൺ പോസിറ്റീവാണ്, വോമിറ്റിംഗ് ഉണ്ട്, BP ഷുഗർ ലോ, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ഇതിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ തരുന്ന ആൾക്കാരും നമ്മുടെ അവസ്ഥ എന്താണെന്നോ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നോ പോലും അറിയാൻ പോലും ശ്രമിക്കാതെയാണ് അവർ ഓരോന്നൊക്കെ ഇതാവുന്നത്. നമ്മൾ ഓരോ ദിവസവും എങ്ങനെയാണെന്ന് കടന്നു പോകുന്നതെന്നുള്ളത്
ശരിക്കും നമുക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. കുറേ ദിവസം മരുന്ന് കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മെഡിസിൻ പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഗുളിക കഴിച്ചാൽ അപ്പം വൊമിറ്റ് ചെയ്യുന്ന അവസ്ഥ. പിന്നെ വീണ്ടും പോയി കുറേ ട്രിപ്പ് ഇട്ടു, ഫ്ലൂയിഡ് ഇട്ടു, അങ്ങനെയാണ് കേട്ടോ. പിന്നെ പിന്നെ എന്നെ ഗുളിക മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഫ്ലൂയിഡ് ഇട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഇതൊക്കെ മാറിയത്. അപ്പോൾ ആ ലെവലിൽ ആയി. അതുകൊണ്ട് ഛർദ്ദിലൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ ദയവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകണം. ഇത് പല രീതിയിൽ എഫക്റ്റ് ചെയ്യും, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് എന്തായാലും വരാം. മാക്സിമം നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. രാത്രി ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പകൽ കുറച്ച് നേരമെങ്കിലും കിടക്കുക കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ കിടക്കുമെന്നല്ല, ഉറങ്ങുമ്പോൾ ലേറ്റ് ആവും. പിന്നെ ഇപ്പം മക്കൾക്ക് സ്കൂളൊന്നുമില്ല, അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് വീണ്ടും രാവിലെ ഒന്ന് റെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്കത്തെ ഫുഡ് എന്തെങ്കിലുമൊക്കെ വയ്ക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുവാക്കി വാരി കൊടുക്കണം. ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ഞാൻ റെസ്റ്റ് ചെയ്യാൻ കിടക്കും. ചില സമയം മയങ്ങിപ്പോവും, ചില സമയം പിള്ളേർ എനിക്ക് അങ്ങനെ അങ്ങ് കിടന്നുറങ്ങാനും പറ്റത്തില്ല. എൻ്റെ കണ്ണ് തെറ്റി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. എന്നാലും മാക്സിമം ഞാനൊന്ന് റിലാക്സ് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനൊക്കെ നോക്കും. പക്ഷേ എനിക്ക് പകൽ ഉറക്കം വരാറില്ല. മാക്സിമം പിന്നെ ചിലപ്പോൾ ഫോണൊക്കെ നോക്കും കേട്ടോ, എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നോക്കും. പക്ഷേ എനിക്കതും കണ്ണിനിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ബുക്സ് വായിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രിഫറൻസസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ നോക്കണം. നമ്മുടെ മെൻ്റലി നമുക്ക് എന്താണോ നമ്മളെ ഓക്കെ ആക്കുന്നത് അത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഡോക്ടർ പറഞ്ഞു തരുന്നതാണ്. നമുക്കത് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇതൊക്കെ. പക്ഷെ എന്നാലും നമ്മളെ മെൻറ്റർ ചെയ്ത് പറഞ്ഞു തരുമ്പം നമുക്കത് ഭയങ്കരമായിട്ട് ചെയ്യണം എന്ന് തോന്നും. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ കംഫർട്ടബിളായിട്ടുള്ളത് എന്തിലാണോ അത് ചെയ്യുക. പിന്നെ എന്നോട് പറയും, ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ ഇല്ല, അറിയാം, വരുമ്പോഴൊക്കെ നിങ്ങൾ പുറത്ത് പോകണം, ഒരുമിച്ച് നിങ്ങൾക്കായിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയും. എന്നെ ഡോക്ടർ പറയുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്കതിനുള്ളൊരു അവസരം പോലും ഇല്ല. ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട്, അതായത് മക്കളും ഭാര്യയും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോവുക, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈം ക്രിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് ഫ്രണ്ട്സിൽ ഇതൊക്കെ വേണം, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ഇതൊക്കെ പലരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇതൊന്നും പലർക്കും അംഗീകരിക്കാൻ പറ്റുകയില്ല, മറ്റ് പലർക്കും കേട്ടോ. അപ്പോൾ പക്ഷേ പ്രവാസിയായിട്ടുള്ളൊരു ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോൾ നമ്മളിതൊക്കെ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് ഡോക്ടറൊക്കെ അങ്ങനെ നമ്മളെ മെൻ്റലി നമ്മളെ ഓക്കെ ആക്കാനായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. പക്ഷേ പുള്ളി പുറത്താണ്. പിന്നെ എനിക്ക് ഇപ്പോൾ കൂടുതലും അങ്ങനെ പുറത്ത് പോകാനായിട്ട് തോന്നത്തില്ല. ഞാൻ മാക്സിമം വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഡോക്ടർ പറയും പുറത്ത് പോകണം, ഇടയ്ക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോവുക, മെൻ്റലി റിലാക്സ് ആവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ ഞാൻ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യും, അവർ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെയാണ് ആകെ പുറത്ത് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്ന ആ ഒരു ദിവസമാണ് പുറത്ത് പോകുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കും, എന്നോട് ഹസ്ബൻഡ് പറയും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോകും, പിന്നെ നമുക്ക് വരുമ്പം പോവാം. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നില്ല. മേ ബി എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടായിരിക്കും. എപ്പോഴും ഈ ഛർദ്ദിലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഭയങ്കര ഒരു ടയർഡ് ഫീലായിരിക്കും എപ്പോഴും അങ്ങനെ. പക്ഷേ പറ്റുന്നവർ, ഹെൽത്തിന് ഓക്കെ ആയിട്ടുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൈൻഡ് റിലാക്സ് ഫിലിമിനോ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.